ഹായ് ഫ്രണ്ട്സ്, ബെർലിനിലെത്തിയിട്ട് ഇന്ന് 2-ാം ദിവസം. പരമാവധി കാഴ്ചകൾ കണ്ടു തീർക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ജൂതന്മാരുടെ മെമ്മോറിയലും ചെക്ക് പോയിന്റ് ചാർലിയും മോൾ ഓഫ് ബെർലിനും ബെർലിൻ കത്തീഡ്രലും ഒക്കെ ഇന്ന് ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബെർലിൻ്റെ നഗരക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ബെർലിൻ്റെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാൻഡൻബർഗ് ഗേറ്റ് കാണുക എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. ട്രാമിൽ കയറി ഞങ്ങൾ ആദ്യം പോയത് ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനായ ഫ്രെഡറിക്സ്ട്രാസയിലേക്കാണ്. പല ഹോളിവുഡ് ചലച്ചിത്രങ്ങളുടെയും ഈ സ്റ്റേഷൻ്റെ കാഴ്ചകൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ ദ ബോൺ സൂപ്രമസിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മാറ്റ് ഡേമൺ ഈ സ്റ്റേഷനിൽ കൂടി പോലീസിനെയും CIA ഏജൻസിനെയും ഒക്കെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന രംഗങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. സ്റ്റേഷനുള്ളിലേക്ക് നടക്കുമ്പോൾ അത്യാധുനിക ശൈലിയിലുള്ള പല കെട്ടിടങ്ങളും ഞങ്ങൾ പരിസര പ്രദേശങ്ങളിൽ കണ്ടു. സ്റ്റേഷനുള്ളിലേക്കുള്ള അണ്ടർപാസിലൂടെ മുന്നോട്ട് നടന്ന് ഞങ്ങൾ ഇടയിലൊരു ഓസ്ട്രിയൻ ബേക്കറിയുടെ മുന്നിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നും കഴിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പല തരത്തിലുള്ള ബ്രെഡ് ഐറ്റംസും സാൻഡ്വിച്ചസും പേസ്ട്രീസും ഒക്കെ വളരെ ഭംഗിയായി ഷെൽഫിനുള്ളിൽ നിരനിരയെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കൊതിയൂറുന്ന ഒരു കാഴ്ചയാണിത്. നിരവധി യാത്രക്കാർ ഇവിടെ നിന്നും കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പടവുകൾ കയറി ഞങ്ങളങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിനിൽ കയറി നേരെ ബ്രാൻഡൻബർഗ് ഗേറ്റിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. എസ്-ബാൻ ഗണത്തിൽപ്പെട്ട ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിൻ്റെ കളറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ട്രെയിനിൻ്റെ കളർ. രാവിലെ ആണെങ്കിലും ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ല. ഗൂഗിൾ മാപ്പിലെ വിവരങ്ങളും ട്രെയിനിലെ സ്ക്രീനിലെ വിവരങ്ങളും ഒക്കെ താരതമ്യം ചെയ്ത് തെറ്റുകളൊന്നും പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അധികം താമസിക്കാതെ തന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങേണ്ട സ്റ്റേഷനിലെത്തി. നീണ്ട സ്റ്റെപ്പുകളൊക്കെ പിന്നിട്ട് ഞങ്ങൾ സ്റ്റേഷന് വെളിയിലേക്ക് നടന്നു. യൂറോ കപ്പിൻ്റെ കളികൾ കാണിക്കുന്ന ഒരു വലിയ സ്ക്രീൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഗേറ്റിനടുത്തേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. നിരാശയോടെ അകലെ നിന്ന് ഞങ്ങൾ ആ ചരിത്ര സ്മാരകത്തിൻ്റെ കാഴ്ചകൾ കണ്ടു. 1788-നും 1791-നും ഇടയ്ക്കാണ് ഈ ഐക്കോണിക് ലാൻഡ്മാർക്ക് ബെർലിനിൽ സ്ഥാപിക്കുന്നത്. നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചറിൻ്റെ ഉത്തമ ഉദാഹരണമായ ഈ നിർമ്മിതി വാസ്തവത്തിൽ പഴയകാല ഗ്രീക്ക് ടെമ്പിളായ അദീന നൈക്കയുടെ ഡിസൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെർലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നിർമ്മിതിക്ക് പല കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബ്രാൻഡൻബർഗ് ഗേറ്റിനെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കോൾഡ് വാറിൻ്റെ സമയത്ത് ഈസ്റ്റ് ബെർലിനെയും വെസ്റ്റ് ബെർലിനെയും തമ്മിൽ വിഭജിക്കുന്ന ഒരു സിംബലായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. 1989 ബെർലിൻ വാൾ തകർക്കപ്പെട്ടതിന് ശേഷം ഇതിനെ യൂണിഫിക്കേഷൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമായി ബെർലിൻ ജനത തങ്ങളുടെ നെഞ്ചോട് ചേർത്തു. 24 മണിക്കൂർ പ്രവേശാനുമതിയുള്ള ഇവിടെ കടക്കാൻ പ്രത്യേകിച്ച് ഫീ ഒന്നും നൽകേണ്ടതില്ല. എങ്കിലും ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ ഗേറ്റിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത മറ്റൊരു ചരിത്ര സ്മാരകം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പിന്നീട് പോയത്. മെമ്മോറിയൽ ടു ദ മർഡേർഡ് ജൂസ് ഓഫ് യൂറോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്മാരകം 2005 അമേരിക്കൻ ആർക്കിടെക്റ്റ് ആയിരുന്ന പീറ്റർ ഐസൻമാനാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. നാസികൾ കൂട്ടക്കൊല ചെയ്ത 60 ലക്ഷം ജൂതന്മാരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി. 19,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ ബെർലിൻ്റെ ഹൃദയഭാഗത്ത് 2711 കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് പണിതുയർത്തിയ ഈ സ്മാരകത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബുകൾ പലതിനും പല വലിപ്പമാണ്. ഗ്രിഡ് പാറ്റേണിൽ നിർമ്മിച്ചിട്ടുള്ള ഇതിനുള്ളിൽ കടന്നാൽ ഒരു മെയ്സിനുള്ളിൽ കടന്നതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സന്ദർശകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില സ്ലാബുകൾ ഗ്രൗണ്ട് ലെവലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റു ചിലത് കാഴ്ചക്കാരുടെ തലയ്ക്ക് മുകളിലാണ്. ഉള്ളിൽ കടന്നാൽ ദിശാബോധം നഷ്ടപ്പെട്ട് പല വഴിക്കായി നമ്മൾ നടന്നു പോകും. കൂട്ടക്കൊല നടന്നിരുന്ന കാലഘട്ടത്തിൽ ഇരകൾ അനുഭവിച്ചിരുന്ന മാനസിക പിരിമുറുക്കം സന്ദർശകരിലേക്ക് പകരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനുള്ളിൽ കടന്ന് ദിശാബോധമില്ലാത്തവരായി അസ്വസ്ഥരാകണമെന്നും അതിലൂടെ ഹോളോകോസ്റ്റ് വിക്ടിം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണമെന്നുമാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ലക്ഷ്യം വെച്ചിരുന്നത്. 2-ാം ലോക മഹായുദ്ധകാലത്തും അതിനു മുൻപും ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലകളുടെ പരമ്പരകൾക്ക് പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ്.
ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളിൽ ഒന്നും തന്നെ മരണപ്പെട്ടവരുടെ പേരോ മറ്റ് അടയാളങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. സന്ദർശകർ അവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ആശയക്കുഴപ്പം വരുത്തുന്ന ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി. ഒരു അബ്സ്ട്രാക്ട് ശൈലിയിലുള്ള ഈ ഡിസൈനെ പറ്റി പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. വ്യക്തമായ തരത്തിൽ ഇരകളുടെ കഥകൾ രേഖപ്പെടുത്തണമെന്ന് ചിലർ നിർമ്മാണ ഘട്ടത്തിൽ വാദിച്ചിരുന്നു. മറ്റു ചിലർ ജൂതന്മാർക്ക് മാത്രമായി ഒരു മെമ്മോറിയൽ സ്ഥാപിക്കുന്നതിനെതിരായിരുന്നു. ജൂതന്മാർക്ക് പുറമെ കൊല്ലപ്പെട്ട ജിപ്സി വംശകരെയും യുദ്ധത്തടവുകാരെയും വികലാംഗരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായ ഒരു മെമ്മോറിയലാണ് വേണ്ടതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആഴ്ചയിലെ എല്ലാ ദിവസവും 24 മണിക്കൂറും ഇവിടെ കാശൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സന്ദർശിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹോളോകോസ്റ്റ് മെമ്മോറിയൽ കണ്ടിട്ട് ഞങ്ങളങ്ങനെ വീണ്ടും നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് സ്ഥാപിച്ചിട്ടുള്ള പ്രൂഷ്യൻ ഫീൽഡ് മാർഷലിൻ്റെ സ്റ്റാച്യു ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ബെർലിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടേതായ രീതിയിൽ സംഭാവനകൾ നൽകിയ ഇത്തരത്തിലുള്ള പല ചരിത്ര പുരുഷന്മാരുടെയും പ്രതിമകൾ നമുക്ക് ഈ സിറ്റിയിൽ പലയിടത്തും കാണാം. മനോഹരമായ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും പിന്നിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ട്രാഫിക് സിഗ്നലിലെത്തിയപ്പോൾ ആംബിൾ മാൻഷൻ എന്ന ചരിത്ര പ്രസിദ്ധമായ ലിറ്റിൽ ട്രാഫിക് ലൈറ്റ്മാൻ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 1961 കാൾ പീഗ്ലോവ് എന്ന ട്രാഫിക് സൈക്കോളജിസ്റ്റാണ് ആംബിൾ മാൻഷൻ എന്ന പെഡസ്ട്രിയൻ സിഗ്നൽ ഡിസൈൻ ചെയ്തത്. റെഡ് ലൈറ്റ് ആകുമ്പോൾ ആംബിൾ മാൻഷൻ കൈകൾ നീട്ടിപ്പിടിച്ച് യാത്രക്കാരോട് നിൽക്കാൻ ആവശ്യപ്പെടും. ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ ഇദ്ദേഹം ഒരു കാൽ ഉയർത്തിപ്പിടിച്ച് കൈ നീട്ടിപ്പിടിച്ച് മുന്നോട്ട് നടക്കും. കാൽനട യാത്രക്കാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് റോഡ് ക്രോസ് ചെയ്യും. രസകരമായ ഈ കാഴ്ച കണ്ട് മ്യൂസിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ബിൽഡിങ്ങൊക്കെ മറികടന്ന് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. കുടിവെള്ളത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫൗണ്ടനാണിത്. ഇത്തരത്തിലുള്ള ഫൗണ്ടൻസ് യൂറോപ്പിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയും. ക്ലീനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നത് കൊണ്ട് വെള്ളം ഇതിൽ നിന്നും കുടിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്ന ഒരു വാർണിംഗ് ബോർഡ് ഇതിൽ തൂക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെർലിൻ്റെ ചരിത്രത്തിലെ കറുത്തൊരേടായിരുന്ന ബെർലിൻ വാളിൻ്റെ അവശിഷ്ടങ്ങളും ചെക്ക് പോയിന്റ് ചാർലിയുമാണ്. ബെർലിനിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. വെറുതെ ഈ കാഴ്ചകൾ കണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ബെർലിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് കടന്നു ചെന്ന് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കി വരാം. രണ്ടാം ലോക മഹായുദ്ധം 1945 അവസാനിച്ചതിന് ശേഷം ബെർലിനെ 4 അധിനിവേശ മേഖലകളായി തിരിക്കപ്പെട്ടു. ഇതിൽ വെസ്റ്റേൺ ബെർലിനെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് കൈവശം വെച്ചപ്പോൾ ഈസ്റ്റേൺ ബെർലിൻ സോവിയറ്റ് യൂണിയൻ്റെ അധികാരത്തിന് കീഴിലായി. അങ്ങനെ ബെർലിനെ ഈസ്റ്റേൺ ബെർലിൻ എന്നും വെസ്റ്റേൺ ബെർലിൻ എന്നും രണ്ടായി തിരിക്കപ്പെട്ടു. പാശ്ചാത്യ ശക്തികൾ നിയന്ത്രിച്ചിരുന്ന വെസ്റ്റേൺ ബെർലിനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ഈസ്റ്റേൺ ബെർലിനിലെ ജനങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയരായാണ് ജീവിതം നയിച്ചിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയ ഈസ്റ്റേൺ ബെർലിനിലെ ജനത വെസ്റ്റേൺ ബെർലിനിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. ഇതൊഴിവാക്കാൻ വേണ്ടി ഈസ്റ്റേൺ ബെർലിനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം 1961 155 കിലോമീറ്റർ നീളമുള്ള ഒരു വോൾ നിർമ്മിക്കാൻ തുടങ്ങി. 12 അടി ഉയരമുണ്ടായിരുന്ന ഈ വോളാണ് ബെർലിൻ വോൾ. മുള്ളുകമ്പികൾ കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും ഒക്കെ നിർമ്മിച്ച ഈ വോളിന് ചുറ്റും മണൽ വിതറി. മതിലു ചാടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കാലടയാളങ്ങൾ മണലിൽ നിന്നും മനസ്സിലാക്കി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മതിലു ചാടാൻ ശ്രമിച്ച പലരും ഈസ്റ്റേൺ ബെർലിനിലെ പട്ടാളക്കാരുടെ തോക്കിനിരയായി. ഡിപ്ലോമാറ്റ്സിന് മറ്റും കടന്നു പോകാൻ ഒരു ചെക്ക് പോയിന്റ് ഇവിടെ സ്ഥാപിച്ചിരുന്നു. അതിനെയാണ് ചെക്ക് പോയിന്റ് ചാർലി എന്ന് വിളിച്ചിരുന്നത്. നാറ്റോ ഫോണറ്റിക്സ് ആൽഫബറ്റ്സിലുള്ള ആൽഫ, ബ്രാവോ, ചാർലിയിൽ നിന്നുമാണ് ചെക്ക് പോയിന്റ് ചാർലിക്ക് ആ പേര് ലഭിച്ചത്. 1989 ഹംഗറിയും ചെക്കോസ്ലോവാക്കിയയും അവരുടെ ബോർഡറുകൾ തുറന്ന് ഈസ്റ്റേൺ ജർമ്മനിക്കാരെ വെസ്റ്റേൺ ജർമ്മനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങി. 1989 നവംബർ മാസം 9 ഈസ്റ്റേൺ ജർമ്മനിയിലെ സൈനിക വക്താവ് അബദ്ധത്തിൽ ഒരു പ്രസ്താവന നടത്തി. ഈസ്റ്റേൺ ജർമ്മനിയിൽ നിന്ന് വെസ്റ്റേൺ ജർമ്മനിയിലേക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ ബെർലിൻ മതിലിലേക്ക് കുതിച്ച് അതിനെ തകർത്തു. പട്ടാളക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ 1990 ഒക്ടോബർ 3 ഈസ്റ്റേൺ ബെർലിനെയും വെസ്റ്റേൺ ബെർലിനെയും പുനരേകീകരിക്കപ്പെട്ടു. ഇന്ന് പലതരത്തിലുള്ള എക്സിബിഷനുകൾ ഈ സ്ഥലത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്.
അന്നത്തെ ചെക്ക് പോയിന്റ് ചാർലിയുടെ ഒരു റിപ്ലിക്ക ഇവിടെയുണ്ട്. ഒരു അമേരിക്കൻ സോൾജറിൻ്റെയും സോവിയറ്റ് സോൾജറിൻ്റെയും വലിയ ചിത്രങ്ങൾ 1998 ആർട്ടിസ്റ്റായിരുന്ന ഫ്രാങ്ക് തീയിലാണ് ഇവിടെ സ്ഥാപിച്ചത്. ഈ സ്ഥലത്ത് നിലനിന്നിരുന്ന സൈനികരുടെ ഇടയിലുള്ള മാനസിക പിരിമുറുക്കം വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു ഈ ചിത്രങ്ങൾ സ്ഥാപിച്ചത്. ചെക്ക് പോയിന്റ് ചാർലിക്ക് മുന്നിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള സന്ദർശകരുടെ ഒരു നീണ്ട നിര എപ്പോഴും ഇവിടെയുണ്ട്. അത്രമാത്രം ചരിത്രപ്രസിദ്ധമാണല്ലോ ഈ ചെക്ക് പോയിന്റ്. ബെർലിൻ വാളിൻ്റെ അവശിഷ്ടങ്ങളും അക്കാലത്തെ സംഭവവികാസങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ സെൻറ്റർ കൂടി ഇവിടെയുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ സന്ദർശകരെ അനുവദിച്ചിട്ടുള്ളത്. ബെർലിൻ വാളിൻ്റെ പാർട്സൊക്കെ വിൽക്കുന്ന നിരവധി കടകൾ സമീപ പ്രദേശത്ത് കാണാം. ഇതിവിടെ വലിയൊരു കച്ചവടമാണ്. സന്ദർശകർ സൊവിനിയേഴ്സായി ഇതൊക്കെ വിലപേശി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വാളിൻ്റെ അവശിഷ്ടങ്ങളോടൊപ്പം വാൾ തകർക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഇതേപ്പറ്റി പരാമർശിക്കുന്ന പുസ്തകങ്ങളുമൊക്കെ കടകളിൽ നിരത്തി വെച്ചിരിക്കുന്നു. ചെക്ക് പോയിന്റ് ചാർലിയിൽ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് ബെർലിൻ മോളിലേക്കാണ്. ദുബായിലെ മോൾ ഓഫ് എമിറേറ്റ്സിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മോളാണിത്. ഷോപ്പിംഗ് മോളുകളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധിക സമയം ഇവിടെ ചിലവഴിച്ചില്ല. വാഹനങ്ങളിലെ സ്പീഡോമീറ്റേഴ്സിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ലിഫ്റ്റിലെ ഈ ഡിസ്പ്ലേ ഞങ്ങളിൽ കൗതുകം ജനിപ്പിച്ചു. ബേസ്മെൻറ്റിൽ നിന്നും സെക്കൻഡ് ഫ്ലോർ വരെയുള്ള ഈ ലിഫ്റ്റിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി കറങ്ങുന്ന ഈ സൂചിയുടെ പൊസിഷൻ നോക്കിയാൽ മതി. ഡിജിറ്റൽ ഡിസ്പ്ലേകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു അനലോഗ് ക്ലോക്ക് തിരിയുന്നത് പോലെയുള്ള ഈ കാഴ്ച വളരെ വ്യത്യസ്തമാണ്. മോളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ പോയത് ബെർലിൻ കത്തീഡ്രലിലേക്കാണ്. ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കത്തീഡ്രലിന് മുന്നിലുള്ള പാർക്കിലെ സന്ദർശകരുടെ തിരക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു. ബെർലിനിലെ ടൂറിസം അട്രാക്ഷൻസിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ബെർലിൻ കത്തീഡ്രലും അതിനു മുമ്പുള്ള ലുസ് ഗാർഡനും. സ്വദേശികളും വിദേശികളും ഒക്കെ ഇവിടെ കൂട്ടത്തോടെ എത്തി സമയം ചിലവഴിക്കുന്നുണ്ട്. ഒരു പിക്നിക് സ്പോട്ട് എന്നൊക്കെ വിളിക്കാമെന്ന ലുസ് ഗാർഡൻ 16-ാം നൂറ്റാണ്ട് മുതൽ ബെർലിനിലെ സുപ്രധാനമായ ഒരു ലാൻഡ്മാർക്കാണ്. മുൻകാലത്ത് സൈനിക പരേഡുകളും രാഷ്ട്രീയ റാലികളുമൊക്കെ ഈ ഗാർഡൻ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചിരുന്നു. മനോഹരമായ പച്ച നിറത്തിലുള്ള ഗാർഡൻ്റെ നടുക്കായി ഒരു വാട്ടർ ഫൗണ്ടനും സ്ഥാപിച്ചിട്ടുണ്ട്. ഫൗണ്ടന് പിന്നിലായി ബെർലിൻ കത്തീഡ്രലിലെ പ്രശസ്തമായ ഡോം അങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. യൂറോ കപ്പിൽ ഇന്ന് ജർമ്മനി സ്പെയിനെയാണ് നേരിടുന്നത്. 2 രാജ്യങ്ങൾക്കും ഏറെ നിർണായകമായ ഈ മത്സരം കാണാൻ വേണ്ടി നിരവധി ഫുട്ബോൾ പ്രേമികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഉത്സവ പ്രതീതി നിലനിർത്തിക്കൊണ്ട് റിക്ഷ ടാക്സികളും മറ്റും സന്ദർശകരെ വഹിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ലുസ് ഗാർഡൻ്റെ ഒരു വശത്തായി പ്രശസ്തമായ ഓൾഡ് മ്യൂസിയവും നമുക്ക് കാണാൻ കഴിയും. 1830 പണികഴിപ്പിച്ച ഈ മ്യൂസിയം നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചറിൻ്റെ പ്രധാന ഉദാഹരണമായി സന്ദർശകർക്കായി തുറന്നു വെച്ചിരിക്കുന്നു. ബെർലിൻ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കടന്ന് ഒബ്സർവേഷൻ ഡെക്കിലെത്തി ബെർലിൻ്റെ ആകാശ കാഴ്ചകൾ കാണുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതിനു മുമ്പായി കത്തീഡ്രലിൻ്റെ സൗന്ദര്യവും പ്രൗഢിയും മതിയാവോളം വെളിയിൽ നിന്നും ആസ്വദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കത്തീഡ്രൽ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പതിയെ മുന്നോട്ട് നടന്നു. ബാഗ് പാക്കുകളുമായി നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. ലഗേജ് സൂക്ഷിക്കുന്ന റൂമിലെത്തി കോയിൻ നിക്ഷേപിച്ചാൽ നമുക്ക് ബാഗുകൾ സൂക്ഷിക്കാനുള്ള ഷെൽഫ് ലഭിക്കും. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ കോയിൻ തിരികെ ലഭിക്കുകയും ചെയ്യും. പള്ളിക്കുള്ളിൽ കടക്കാൻ 10 യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. മാന്യമായ ഡ്രസ്സ് ധരിച്ച് വേണം ഇവിടം സന്ദർശിക്കാൻ. പള്ളിക്കുള്ളിൽ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല. കൂടാതെ തലയിൽ തൊപ്പി വെക്കാനും പാടില്ല എന്ന് ഇവിടുത്തെ ജീവനക്കാർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി. നിരവധി സന്ദർശകർ ഞങ്ങളോടൊപ്പം പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഏവരുടെയും മനം കവരുന്ന വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ് കത്തീഡ്രലിനുള്ളിൽ കടക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഡോമിൻ്റെ ഉൾഭാഗത്തെ കാഴ്ച ഇത്രയും മനോഹരമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫിയുടെ കമ്പമുള്ളതുകൊണ്ട് കുറേ സമയം ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ പള്ളിക്കുള്ളിൽ കറങ്ങി നടന്നു. ബറോക്ക് റിവൈവൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കത്തീഡ്രൽ ഒരു ആരാധനാലയം എന്നതിനപ്പുറം പ്രൊട്ടസ്റ്റന്റ് പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. കൂറ്റൻ മാർബിൾ തൂണുകൾ, സങ്കീർണമായ ശൈലിയിൽ മൊസൈക്കിൽ തീർത്ത അലങ്കാരങ്ങൾ, സീലിംഗ് പെയിൻറ്റുകൾ, സ്വർണം പൂശിയ ആഭരണങ്ങൾ, മരത്തിൽ കടഞ്ഞെടുത്ത ഇൻറ്റീരിയർ, കാഴ്ചകൾക്ക് ഒരന്ത്യവുമില്ല.
കത്തീഡ്രലിലെ കാഴ്ചകളിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇവിടുത്തെ വിശിഷ്ടമായ ഒരു മ്യൂസിക്കൽ ഓർഗനാണ്. 1905 പ്രശസ്ത ജർമ്മൻ ഓർഗൻ ബിൽഡറായ വിൽഹെം സോറാണ് ഇത് നിർമ്മിച്ചത്. 7269 പൈപ്പുകളുള്ള ഈ സംഗീത ഉപകരണം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രൽ ഓർഗൻസിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നും ഇതുപയോഗിച്ചിട്ടുള്ള സംഗീത പരിപാടികൾ കത്തീഡ്രലിൽ നടക്കുന്നുണ്ട്. കത്തീഡ്രലിൻ്റെ പരിപാടികളുടെ സ്കെഡ്യൂൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദമാധുര്യം ആസ്വദിക്കാൻ കഴിയും. ക്ലാസിക്കൽ മ്യൂസിക് ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒരു സംഗീത അനുഭവമാണിത്. ഞങ്ങളങ്ങനെ കത്തീഡ്രലിനുള്ളിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതിയെ പടവുകൾ കയറി ചർച്ചിൻ്റെ മുകളിലേക്ക് നടന്നു. ഈ കത്തീഡ്രലിൻ്റെ മുകളിൽ നിന്ന് ബെർലിൻ്റെ 360 ഡിഗ്രി കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുമെന്നതിനാൽ ഒട്ടുമിക്ക സന്ദർശകർ മുകളിലേക്ക് കയറുന്നുണ്ട്. 270 സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും കുട്ടികളും മുതിർന്നവരും ഒക്കെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഇടയ്ക്ക് പലരും ക്ഷീണം കാരണം ചെറിയ രീതിയിൽ വിശ്രമിച്ചിട്ടാണ് തങ്ങളുടെ ശ്രമം തുടരുന്നത്. നവജാത ശിശുക്കളെ കൊണ്ട് വരെ കയറി പോകുന്നവരെയും ഞങ്ങൾ കണ്ടു. ഞങ്ങളും ഇവരോടൊപ്പം മുകളിലേക്ക് കയറുകയാണ്. പോകുന്ന വഴിയിൽ ഇനി എത്ര സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളിലൊക്കെ നോക്കി സ്വയം പ്രചോദനം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത്. അവസാനം ഞങ്ങളങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിലെത്തി. ഇവിടെ നിന്നുമുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ബെർലിൻ സ്കൈലൈനിൽ പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കൂടാതെ മ്യൂസിയം ഐലൻഡും ലൂസ് ഗാർഡനും TV ടവറും സ്പ്രീ റിവറും ഒക്കെ നമുക്കിവിടെ നിന്നും കാണാം. ഇവിടേക്ക് കയറി വന്നിരുന്നില്ലെങ്കിൽ മനോഹരമായ ഈ കാഴ്ചകൾ നഷ്ടമായി പോകുമായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ക്ഷീണമൊക്കെ മറന്ന് ഞങ്ങൾ ഊർജ്ജസ്വലരായി. സന്ദർശകരൊക്കെ സെൽഫികൾ എടുക്കാനുള്ള തിരക്കിലാണ്. അവരുടെ ഇടയിൽ കൂടി ഞങ്ങൾ ഒബ്സർവേഷൻ ഡെക്കിലൂടെ മുന്നോട്ട് നടന്നു. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന ഞങ്ങൾ അടുത്തതായി പോകേണ്ട സ്ഥലത്തെപ്പറ്റിയുള്ള പ്ലാനുകൾ പരിശോധിച്ചു. അപ്പോൾ ഇനി ബെർലിൻ സിറ്റിയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.